പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം എല്ലാവരുടെ മേലും വെളിപ്പെടുവാൻ കർത്താവ് ഇടയാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വചനഭാഗത്ത് വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ, ഭൂമിയുടെ മീതെ ആകാശവിധാനത്തിൽ പർവ്വജാതികൾ പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ഇവിടെ നമുക്കറിയാം, ഭൂമിയെ പ്രകാശിപ്പിച്ച് പകലും രാത്രിയെ വാഴുവാൻ വേണ്ടി ദൈവം വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി, ഉഷസ്സായി, 4-ാം ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ദൈവം വെള്ളത്തിലെ ജലജന്തുക്കളെ ദൈവം സൃഷ്ടിക്കുകയാണ്. എത്ര മനോഹരമായിട്ടാ ദൈവത്തിന്റെ സൃഷ്ടി! ലോകത്തിലെ ഏറ്റവും വലിയ ജീവി നമുക്കറിയാം, കടലിലുള്ള ആ തിമിംഗലത്തെയൊക്കെ എത്ര വലുതാണ്, എത്ര വലിപ്പമേറിയ തിമിംഗലം, എത്ര രീതിയിലുള്ള മൃഗങ്ങള്, എത്ര മീനുകൾ, എത്ര മനോഹരമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആകാശത്തിലേക്ക് നോക്കിയാൽ പാറിപ്പറന്ന് നടക്കുന്ന പക്ഷികൾ, പർവ്വജാതി എല്ലാം കാണുന്നില്ലേ? എത്ര മനോഹരമായിട്ടാ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത്. ദൈവം ഇതെല്ലാം കണ്ടിട്ട് നല്ലതെന്ന് പറയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുമല്ലോ. അതുകൊണ്ട് മത്തായി സുവിശേഷത്തിൽ പറയുന്നത്, നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല, അവയെ ദൈവം തീറ്റിപ്പോറ്റുന്നു. വയലിലെ ലില്ലിയെ നോക്കുക, അവയെയും ദൈവം തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ മനോഹരമായിരിക്കുന്നു ദൈവം സൃഷ്ടിച്ച, തന്റെ കരം കൊണ്ട് നിർമ്മിച്ച, തന്റെ കൈവേലയിൽ നിർമ്മിച്ച ദൈവത്തിന്റെ മക്കള്, നമ്മള്. അവരെക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവരാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയണ്ടേ. ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ ഉണ്ടായി. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും അല്ലേ പ്രിയമുള്ളവരെ നമ്മെ സൃഷ്ടിച്ചത്. ശരിക്കും നമ്മൾ ആരെ പോലെ ഉള്ളത്? നമ്മുടെ കർത്താവിനെ പോലെ അല്ലേ? നമ്മുടെ സ്വഭാവം നമ്മുടെ കർത്താവിനെ പോലെ ആയി മാറേണ്ടവരല്ലേ നമ്മള്? വെളിച്ചമുള്ളതുപോലെ നമ്മൾ വെളിച്ചത്തിൽ നടക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ലേ? ഈ സർവചരാചരങ്ങളെ സൃഷ്ടിച്ച നമ്മുടെ കർത്താവല്ലേ നമ്മുടെ ദൈവം? നമ്മുടെ കർത്താവ് ഇതെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന ദൈവം നമുക്ക് എന്തിനെങ്കിലും ഒരു കുറവ് വരുത്തുവോ? ഒരിക്കലും ഒരു കുറവ് വരുത്താത്ത ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ്. ഇല്ലായ്മയിൽ നിന്നെല്ലാം ഉളവാക്കിയ ഒരു കർത്താവ് ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യാതിരിക്കുവോ നമ്മുടെ കർത്താവ്? ചെയ്യും പ്രിയമുള്ളവരെ. ഇവിടെ അത്ഭുതം ചെയ്ത അതേ കർത്താവ് നമ്മുടെ ജീവിതത്തിലും കടന്നു വന്ന് അത്ഭുതം ചെയ്യാതിരിക്കുവോ? ഇത്രയും മനോഹരമായി ആകാശവും അതിലുള്ള സർവ്വചരാചരങ്ങളെ എല്ലാം സൃഷ്ടിച്ച നമ്മുടെ കർത്താവല്ലേ? കടലിൽ നോക്കിക്കേ, സമുദ്രത്തിൽ നോക്കിക്കേ, എത്ര മനോഹരമായിട്ടാ ദൈവം അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ജീവികളെയും, എത്ര മനോഹരമാണ് കടല്, അതിനെ സൃഷ്ടിച്ച് നല്ലതായി കണ്ട ദൈവം. നമ്മളോ കർത്താവിന്റെ മക്കൾ. എത്ര മനോഹരമായിട്ടാ ദൈവം നമ്മളെ മെനഞ്ഞത്. നമുക്ക് നന്ദിയുണ്ടോ കർത്താവിന്റെ സന്നിധിയിൽ? നമുക്ക് അവനെ ഉയർത്തുവാൻ കഴിയുന്നുണ്ടോ? സർവസൃഷ്ടികളും ദൈവത്തെ ആരാധിക്കട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നു. പക്ഷികള്, മൃഗങ്ങള്, വൃക്ഷങ്ങളെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു. മനുഷ്യരോ, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, എന്റെ ജനം എന്നെ അറിയുന്നില്ല. കാള തന്റെ ഉടയവനെ അറിയുന്നു, കഴുത തന്റെ യജമാനനെ അറിയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. ദൈവത്തെ അറിയണം, ദൈവത്തെ അനുഭവിക്കണം. പ്രിയമുള്ളവരെ, ദൈവത്തെ അറിഞ്ഞ് അനുഭവിക്കേണ്ടതിനാ നമ്മളെ ദൈവം വേർതിരിച്ചത്. ദൈവമില്ല എന്ന് നമ്മൾ എത്ര വാചാലമായി പറഞ്ഞാലും ദൈവമില്ലാതെ വരുമോ? ദൈവമില്ല എന്ന് കുറെ തെളിവ് കൊണ്ട് വന്നാലും ദൈവമില്ലെന്ന് വരുമോ? ബൈബിൾ പറയാം,
ദൈവമില്ലെന്ന് മൂഢനോ പറയുള്ളൂ. കാരണം ദൈവമാണ് ഈ സർവ്വചരാചരങ്ങളെ ഉണ്ടാക്കിയത്. സർവ്വതിനെയും സൃഷ്ടിച്ച ഒരു ദൈവം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിൽ വരുന്നില്ലേ? രോഗം മാറ്റുന്ന, ബന്ധനം മാറ്റുന്ന, ഭാരം മാറ്റുന്ന, ദുഃഖം മാറ്റുന്ന, പ്രയാസങ്ങളെല്ലാം മാറ്റുന്ന ഒരു കർത്താവ്. പ്രിയമുള്ളവരെ, ഈ വചന സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വെളിപ്പെടുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത്ഭുതം ചെയ്ത കർത്താവിന്റെ ആ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അത്ഭുതം ചെയ്തൊരു കർത്താവ്, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് സമുദ്രത്തിന്റെ അകത്തുള്ള സർവ്വചരാചരങ്ങളെയും സൃഷ്ടിച്ച ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ അകത്ത് ജീവാത്മാവിന്റെ ശക്തിയെ പകർന്നു തന്നവന്റെ മഹത്വം അനുഭവിച്ച് നിന്റെ കൂടെ ജീവിക്കാൻ തക്കവണ്ണം നിന്റെ തേജസ്സിന്റെ കൃപയെ പ്രാപിക്കാൻ കർത്താവെ ഇന്ന് ദിവസം നീ ഞങ്ങളെ ഒരുക്കുന്നതിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ വചന സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേലും അഭിഷേകത്തിന്റെ കൃപ പകരുവാൻ കർത്താവ് ഇടയാക്കണം. അനേകരിലേക്ക് ഈ വചന സന്ദേശം എത്തുവാൻ കർത്താവ് ഇടയാക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.